ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. സോ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന, അതായത് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന യൂണിറ്റിൽ വരുന്ന രണ്ടാമത്തെ ലെസനാണ് ഇൻ ദ അറ്റിക്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു സാങ്കല്പികമായിട്ടുള്ള കഥയല്ല, അതായത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഈ ഭാഗം എഴുതിയതാണ്, ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എന്ന ഒരു പുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ആ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു ഇൻ ദി അറ്റിക് എന്ന് പറയുന്നത്. ഇതൊരു വലിയ പുസ്തകത്തിലെ ചെറിയൊരു ഭാഗമായതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ 1939 സെപ്റ്റംബർ 1 നമ്മുടെ നാസി ജർമ്മനിയെയും അതുപോലെ പോളണ്ടിനെയൊക്കെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആക്രമണത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അതുപോലെ ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അവരായിരുന്നു. അങ്ങനെ ജർമ്മനി ഇങ്ങനെ പെട്ടെന്ന് ആക്രമിക്കും എന്ന് നമ്മുടെ പോളണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധത്തെ നേരിടാൻ അവർ വേണ്ടത്ര അതിന് റെഡി ആയിട്ടില്ലായിരുന്നു, ഇത് തയ്യാറായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ സൈനിക ശക്തിയിലും അതുപോലെ ജനസംഖ്യയിലൊക്കെ ജർമ്മനിയേക്കാൾ പോളണ്ട് പിന്നിലായിരുന്നു. ഈ നാസി ജർമ്മനി ഇവരുടെയൊക്കെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ജ്യൂസ്, അതായത് യഹൂദന്മാരെ കണ്ടെത്തിയിട്ട് അവരെ പീഡിപ്പിക്കുക, ഇവരുടെ ആക്രമിക്കുക എന്നതാണ്. പക്ഷേ ഈ പോളണ്ടിൽ യഹൂദരുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നാസികൾ അവിടെയായിരുന്നു കൂടുതൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ യുദ്ധകാലത്ത് ആരുടെയും ശ്രദ്ധയിൽ പെടാതെ ഒളിച്ചു കഴിയായിരുന്നു നമ്മുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ള സ്പിൽമാൻ. എന്നാൽ ഒരു ദിവസം ഒരാൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ സീനിൽ കാണിക്കുന്നത് ആ ഒരു കണ്ടെത്തലും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇൻ ദി അറ്റിക് എന്ന ഭാഗത്തിൽ നോക്കുന്നത്. സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ അബൌട്ട് ദി ഓഥറാണ്. സോ വാഡിസ്ലോ സ്പിൽമാൻ വാസ് എ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ. സോ 1911 ജനിച്ച് 2000 മരിച്ച നമ്മുടെ വാഡിസ്ലോ സ്പിൽമാൻ, അദ്ദേഹം ഒരു പോളണ്ട് സ്വദേശിയായ ഒരു പ്രശസ്ത പിയാനോ വായനക്കാരനാണ്, അതുപോലെ ഒരു ക്ലാസിക്കൽ സംവിധായകനുമാണ്. ഹിസ് മെമ്മോയർ ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആത്മകഥയാണ് ദ പിയാനിസ്റ്റ്. അത് അദ്ദേഹം 1946 അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ദ ബുക്ക് വാസ് അഡാപ്റ്റഡ് ഇൻ ടു എ ഫിലിം ബൈ റോമൻ പൊളാൻസ്കി ഇൻ 2002. അപ്പോൾ ഈ പുസ്തകം 2002 നമ്മുടെ സംവിധായകൻ റോമൻ പൊലാൻസ്കി അതേ പേരിലൊരു സിനിമയാക്കിയിട്ടുണ്ട്. സ്പിൽമാൻ കമ്പോസ്ഡ് ഓവർ 5000 വർക്ക്സ് ഇൻക്ലൂഡിങ് പിയാനോ പീസസ്, സോങ്സ് ആൻഡ് ഫിലിം സ്കോർസ്. അങ്ങനെ നമ്മുടെ സ്പിൽമാന് തൻ്റെ ജീവിതകാലത്ത് 500-ലധികം സംഗീത സൃഷ്ടികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പിയാനോ പീസസ്, അതായത് നമ്മുടെ പിയാനോയിലൊക്കെ വായിക്കുന്ന സംഗീത കൃതികൾക്കാണ് നമ്മൾ പിയാനോ പീസസ് എന്ന് പറയാം. പിന്നെ സോങ്സ്, അതുപോലെ ഫിലിം സ്കോർസ് എന്ന് വെച്ചാൽ നമുക്ക് സിനിമകൾക്കായിട്ടൊക്കെ ഒരുക്കിയ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള മ്യൂസിക്സ് ഉണ്ടാവുമല്ലോ, അതാണ് ഫിലിം സ്കോർസ്. സോ ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. എവറി ഹ്യൂമൻ ബീങ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. അപ്പോൾ ഓരോ മനുഷ്യർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും അതുപോലെ മാന്യമായിട്ട് ജീവിതം നയിക്കാനും റൈറ്റ് ഉണ്ട്, അതായത് അവകാശമുണ്ട്. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ലഭിക്കേണ്ട അടിസ്ഥാന മനുഷ്യാവകാശങ്ങളാണ് ഇതൊക്കെ. ബട്ട് ഇൻ ദ വേൾഡ് വി ലീവ് ഇൻ, മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിനൈഡ് വിത്ത് ദീസ് ബേസിക് റൈറ്റ്സ്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് കുറേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു അടിസ്ഥാന അവകാശങ്ങൾ പോലും കിട്ടുന്നില്ല, അതൊക്കെ അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. വാഡിസ്ലോ സ്പിൽമാൻ, എ പിയാനിസ്റ്റ് ആൻഡ് എ കമ്പോസർ ആൻഡ് എ പോളിഷ് ജ്യൂ. അപ്പോൾ ഇവിടെ നമ്മുടെ വാഡിസ്ലോ സ്പിൽമാനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരു പോളണ്ടുകാരനായ ഒരു യഹൂദനായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ പിയാനിസ്റ്റും അതുപോലെ ഒരു കമ്പോസറായിരുന്നു. കമ്പോസർ എന്ന് വെച്ചാൽ സംഗീത സംവിധായകനാണെന്നാണ് പറയുന്നത്. He was forced to live in the ghetto, a dismal place meant for Jews along during the Second World War. അങ്ങനെ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യഹൂദർക്കായിട്ട് മാത്രം ഒരുക്കിയിരുന്ന ഒരു ഗെറ്റോ എന്ന സ്ഥലത്ത് ജീവിക്കാൻ അദ്ദേഹത്തെ അവർ നിർബന്ധിച്ചു. ഈ ഗെറ്റോ എന്ന് വെച്ചാൽ യഹൂദർ മാത്രം താമസിക്കുന്ന ഒരു പ്രത്യേക പ്രദേശമാണ്. അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരവും അതുപോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഭയങ്കര ടാസ്ക്കാണ് അവിടെ ജീവിക്കാൻ. സോ ഇദ്ദേഹത്തെ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർബന്ധിക്കുകയാണ് അവർ. Most of the Jews were then sent to the concentration camps where they were tortured. അങ്ങനെ മിക്ക യഹൂദരെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നാസികൾ യഹൂദരെ തടവിലാക്കിയിട്ട് കഠിനമായിട്ട് പീഡിപ്പിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു, അവരെ ഉപദ്രവിച്ചിരുന്ന പ്ലേസസ് ആണ്. അവിടെ അവർ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു.
ആൻഡ് ദെൻ ടു ഗ്യാസ് ചാമ്പേഴ്സ് വേർ ദേ വർ കില്ലഡ് ഇൻ എൻമസ്. അങ്ങനെ അതിനുശേഷം അവരെന്താണ് ഗ്യാസ് ചാമ്പറുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരേ സമയം തന്നെ വലിയൊരു തോതിൽ ആളുകൾ അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. സ്പിൽമാൻ ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിങ് ദി വാർ. സോ ഇനി നമ്മുടെ യുദ്ധകാലത്ത് ജീവൻ രക്ഷിക്കാൻ നമ്മുടെ സ്പിൽമാൻ നടത്തിയ ആ ഒരു കഠിനമായ പോരാട്ടത്തിൻ്റെ ആ ഒരു സ്റ്റോറി കഥ നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മുടെ ആ യുദ്ധത്തിൻ്റെ ആ ഒരു ഭീകരത സാഹചര്യങ്ങൾക്കിടയിലും എങ്ങനെ ആ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ഓരോ ദിവസം കഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇൻ ദി ആറ്റിക് ഐ സ്ലംപ്ഡ് ഓൺ ദി ചെയർ ബൈ ദി ലാർഡർ ഡോർ. ഞാൻ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആ ഒരു സ്റ്റോർ റൂമിൻ്റെ വാതിലിനടുത്തുള്ള ഒരു കസേരയിൽ തളർന്നിരുന്ന് ചാരിയിരുന്നു. ഇവിടെ സ്ലംപ്ഡ് എന്നത് വെറുതെ ഇരുന്നു എന്നല്ല, വളരെ ക്ഷീണിച്ച്, അതായത് ശരീരത്തിന് ഒരു ശക്തിയില്ലാതെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ കസേരയിലേക്ക് ചാഞ്ഞിരിക്കുന്ന എന്നൊരവസ്ഥ, ആ ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് വിശപ്പും അതുപോലെ തന്നെ ഭയവും, അതായത് പേടിച്ച ഒളിച്ചുള്ള ജീവിതം കാരണം നമ്മുടെ സ്പിൽമാൻ പൂർണ്ണമായിട്ടും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലാഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോർ റൂമിനെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാതിലിനടുത്തുള്ള കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ ഓടിപ്പോകാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പോലും കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഈ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ വിക്കി സംസാരിക്കാൻ തുടങ്ങിയത്. അതായത് ഇവിടെ സ്പിൽമാൻ ഉടനെ സംസാരിക്കുന്നില്ല, കാരണം അദ്ദേഹം വളരെ പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്, മുന്നിൽ അവിടെ നിൽക്കുന്നത് ഒരു ജർമ്മൻ ഓഫീസറാണല്ലോ. അപ്പോൾ ഈ ഓഫീസർ തന്നെ കൊല്ലുമോ എന്നുള്ള പേടി അദ്ദേഹത്തിന് മനസ്സിലൊരു ഭയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ കുറച്ച് സമയം കഴിഞ്ഞാണ് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു ധൈര്യം വന്നത്. ഇവിടെ സ്റ്റാമേർഡ് എന്ന് പറയുന്നുണ്ട്, അതായത് നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയാതെ ഇങ്ങനെ വിക്കി പറയുന്നതിനാണ് സ്റ്റാമേർഡ് എന്ന് പറയാം. ഡു വാട്ട് യു ലൈക്ക് ടു മീ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്കുകളിൽ തന്നെ നമുക്ക് സ്പിൽമാൻ്റെ ആ ഒരു മനോനില വ്യക്തമാണ്. അതായത് അദ്ദേഹം കരുതുന്നത് ഇനി തൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി അങ്ങോട്ടില്ല എന്നാണ് അദ്ദേഹം കരുതുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ ഒന്നും അദ്ദേഹം ഇവിടെ ശ്രമിക്കണില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ആം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. ഞാൻ ഇവിടെ നിന്ന് എവിടെയും പോകുന്നില്ല. ഇവിടെ സ്പിൽമാൻ പറയുന്നത് എനിക്ക് ഓടിപ്പോകാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഒന്നിനും കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. അതായത് അത്രത്തോളം അദ്ദേഹം ക്ഷീണിച്ച് തകർന്നു പോയൊരവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദി ഓഫീസർ സെഡ്. അങ്ങനെ അപ്പോൾ ആ ജർമ്മൻ ഓഫീസർ പറയാണ്, എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു സ്റ്റോറിയിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കണം അല്ലേ. കാരണം ഇതുവരെ നമ്മൾ കണ്ട എല്ലാ നാസി സൈനികരും എന്താണ്, ആ യഹൂദരെ കണ്ടാൽ അവരെ പിടിച്ചിട്ട് അവരെ പീഡിപ്പിക്കുകയും അതുപോലെ കൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഓഫീസർ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമാണ്. അപ്പോൾ സ്പിൽമാനും ആദ്യം ഒന്ന് ഭയന്നു, പക്ഷേ ഓഫീസർ വളരെ ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു മറുപടി കേട്ടപ്പോൾ നമ്മുടെ സ്പിൽമാനും വളരെയധികം അത്ഭുതപ്പെട്ടു. ദെൻ ഹി ആസ്ക്ഡ് മീ വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. അങ്ങനെ ഇവിടെ ഓഫീസർ ആദ്യം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, അതായത് എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, എന്ത്, ഐ എം എ പിയാനിസ്റ്റ് എന്ന് പറയുന്നുണ്ട്, ഞാനൊരു പിയാനിസ്റ്റാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അപ്പോൾ ഓഫീസർ എന്നെ കുറച്ചും കൂടി സൂക്ഷിച്ചു നോക്കി. കാരണം സ്പിൽമാനും പിയാനിസ്റ്റ് ആണെന്ന് കേട്ടപ്പോൾ ഓഫീസർക്കും വളരെ കൗതുകമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത് വന്ന് സ്പിൽമാനെ ശ്രദ്ധിച്ചു നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദി ഡോർ ടു ദി അതർ റൂം. അതിനുശേഷം ആ ഒരു ഓഫീസറുടെ നോട്ടം എന്താണ്, അടുത്ത മുറിയുടെ വാതിലേക്ക് വീണ്. ഇവിടെ ഗ്ലാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പെട്ടെന്നുള്ള ഒരു നോട്ടാണ്. അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസർ ചുറ്റും നോക്കിയിട്ട് പെട്ടെന്ന് അടുത്ത മുറിയുടെ വാതിലിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രദ്ധയിൽപ്പെട്ട്. ആൻ ഐഡിയ സീംഡ് ടു ഹാവ് സ്ട്രക്ക് ഹിം. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ആശയം തോന്നിയതുപോലെ തോന്നി. അതായത് ഓഫീസർ എന്തോ ആലോചിക്കുന്നുണ്ട്. അതായത് സ്പിൽമാനും പിയാനിസ്റ്റാണെന്ന് കേട്ടതോടെ അദ്ദേഹത്തിനൊരു പരീക്ഷണം നടത്താമെന്നുള്ളൊരു ആശയം അദ്ദേഹത്തിന് മനസ്സിൽ വന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം സ്പിൽമാനെ മറ്റൊരു മുറിയിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓഫീസർ നമ്മുടെ സ്പിൽമാനെ വിളിക്കുകയാണ്. കം വിത്ത് മീ വിൽ യു, എൻ്റെ കൂടെ വരാമോ എന്ന് ഓഫീസർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അങ്ങനെ അവർ ആ റൂമിലേക്ക് പോകുന്നു. വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം വേർ എ പിയാനോ സ്റ്റൂഡ് ബൈ ദി വാൾ. ഇവിടെ വി എന്ന് പറയുന്നത് സ്പിൽമാനും അതുപോലെ ആ ഒരു ജർമ്മൻ ഓഫീസറാണ്. അപ്പോൾ ഓഫീസർ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞതിന് ശേഷം അവർ അടുത്ത ആ ഒരു മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ മുറിയിൽ ചുമരിനോട് ചേർന്ന നിലയിൽ ഒരു പിയാനോ ഉണ്ടായിരുന്നു. ദി ഓഫീസർ പോയിൻറ്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ആ ഒരു ഓഫീസർ ആ ഒരു ഇൻസ്ട്രുമെൻ്റ്, ആ ഒരു സംഗീത ഉപകരണത്തിലോട്ട് വിരൽ ചൂണ്ടി. അങ്ങനെ ഓഫീസർ ആ ഒരു പിയാനോയിലേക്ക് വിരൽ ചൂണ്ടി. പക്ഷെ എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് സ്പിൽമാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം സ്പിൽമാനും
പേടിയിലാണ്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന ചിന്ത മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ഓഫീസറുടെ മനസ്സിൽ എന്തായിരുന്നു, വേറൊരു ഐഡിയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടിരുന്നത്. പ്ലേ സംതിങ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു കഥയിൽ ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നത്. കാരണം ഇതുവരെ സ്പിൽമാൻ കരുതിയിരുന്നത് ഈ ഒരു ഓഫീസർ തന്നെ കൊല്ലുമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതിനു പകരം അദ്ദേഹം എന്താ പറയുന്നത്, പിയാനോ വായിക്കൂ, പ്ലേ സംതിങ് എന്നാണ്. ഇത് കേട്ട സ്പിൽമാനും ആകെ അമ്പരന്ന് പോയി. കാരണം കുറേ വർഷങ്ങളായല്ലോ അദ്ദേഹം ഈ ഒരു പിയാനോ പോലും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒളിച്ചുള്ള ജീവിതം, വിശപ്പ്, അവരുടെ ഭയം, പേടി, ഇതൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ കൈകൾ പോലും വിറക്കുന്ന അവസ്ഥയാണ്. അതേസമയം പുറത്താകെ യുദ്ധം നടക്കുന്ന ടൈമാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം എന്താണ്, പിയാനോ പ്ലേ ചെയ്യാൻ പറഞ്ഞു. ഐ ലുക്ക്ഡ് എൻകറേജിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. അപ്പോൾ ഇവിടെ സ്പിൽമാനും ഓഫീസർ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. അതായത് ഈ ഓഫീസർ ഇപ്പോൾ എന്തിനാണ് എന്നോട് പിയാനോ വായിക്കാൻ പറയുന്നത്, അതുപോലെ തന്നെ ഇതെന്നെ ഇങ്ങനെ പരീക്ഷിക്കാനാണോ അല്ലെങ്കിൽ എന്നെ കൊടുക്കാനാണോ, അങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. അതായത് ഞാനിങ്ങനെ പിയാനോ വായിക്കാൻ തുടങ്ങിയാൽ ആരെങ്കിലും വന്ന് എന്നെ പിടിക്കുമോ, ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓഫീസർ എന്താണ് വളരെ അത്ഭുതത്തോടു കൂടിയും സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നത്. പക്ഷെ ആ ഭയം കാരണം എന്താണ്, അദ്ദേഹത്തിന് ആ ഒരു ഭയം കാരണം അദ്ദേഹത്തിന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം അതേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹീ ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. അങ്ങനെ ഈ സ്പിൽമാൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിറയ്ക്കുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും പേടിയായിട്ട്, ഓടിപ്പോകാനും കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു ഭയവും അതിൻ്റെ ആ ഒരു പേടി, ആശങ്കയൊക്കെ നമ്മുടെ ഓഫീസർ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലായി. സിൻസ് ഹി ആഡഡ് റീഅഷ്യൂറിംഗ്ലി. അതുകൊണ്ട് തന്നെ ഇവിടെ റീഅഷ്യൂറിംഗ്ലി എന്ന് വെച്ചാൽ ഒരാളെ വീണ്ടും എന്താണ് നമ്മൾ ധൈര്യം കൊടുക്കുക, ഇത് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞൊരു വിശ്വാസം നൽകുക എന്നൊരർത്ഥമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസർക്ക് അത് മനസ്സിലായി. അപ്പോൾ ഇയാൾ എന്താണ്, ഓഫീസർക്ക് മനസ്സിലായി ഇയാളിങ്ങനെ ഭയന്നിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തെ എന്തായി വളരെ ശാന്തമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തെ എന്താണ് വിശ്വസിപ്പിക്കാൻ, അതായത് സ്പിൽമാന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അദ്ദേഹത്തിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയാണ്, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, നിങ്ങൾക്ക് പിയാനോ വായിക്കാമെന്ന് പറയാണ്. ഇത് സ്പിൽമാനോട് പറയാണ്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കൊന്നുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിയാനോ വായിക്കാമെന്ന്. ഇഫ് എനി വൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദി ലാഡർ. അപ്പോൾ ആരെങ്കിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലാഡറിൽ, അതായത് ആ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂം ഉണ്ടല്ലോ, അവിടെ ഒളിക്കാമെന്ന് നമ്മുടെ ഈ ഒരു ജർമ്മൻ ഓഫീസർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓഫീസർ നമ്മുടെ സ്പിൽമാനെ സഹായിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈയിങ് ദി ഇൻസ്ട്രുമെൻ്റ് ഔട്ട്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പിയാനോ വായിച്ചത് ഞാനാണെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് നമ്മുടെ ഈ ഒരു ഓഫീസർ പറയാണ്. അപ്പോൾ ഇവിടെ ഓഫീസർ വലിയൊരു അപകടം എന്താണ് ഏറ്റെടുക്കുകയാണ്. കാരണം ഒരു യഹൂദനെ സഹായിക്കുന്നത് നാസിയുടെ നിയമപ്രകാരം വളരെ ഗുരുതര കുറ്റമാണത്, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങളെ ഞാൻ രക്ഷിക്കുമെന്നും. അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പിയാനോ വായിച്ചത് നിങ്ങളല്ല, ഞാനാണെന്ന് ഞാൻ പറഞ്ഞോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനുഷ്യത്വം തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദി കീബോർഡ് ദേ ഷുക്ക്. അതായത് ഞാൻ എൻ്റെ വിരലുകൾ ആ ഒരു പിയാനോയുടെ ആ ഒരു കീബോർഡിൽ വെച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വെച്ചപ്പോൾ അതിങ്ങനെ വിറക്കാൻ തുടങ്ങിയാണ്. ഐ ഹാഡ് നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. അത് 2.5 വർഷമായിട്ട് ഇദ്ദേഹം എന്താണ്, നമ്മുടെ സ്പിൽമാനെ 2.5 വർഷമായിട്ട് പിയാനോ പരിശീലിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണ്, ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലക്ഷ്യം. അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഇങ്ങനെ പിയാനോ ഒന്നും നോക്കിയിട്ടുന്നില്ല. മൈ ഫിംഗേഴ്സ് വർ സ്റ്റിഫ് ആൻഡ് കവേർഡ് വിത്ത് തിക്ക് ലെയേഴ്സ് ഓഫ് ഡെഡ്. അതായത് എൻ്റെ വിരലുകളൊക്കെ കട്ടി പിടിച്ചിരിക്കുകയാണ്. സ്റ്റിഫ് എന്ന് വെച്ചാൽ കട്ടി പിടിച്ചിരിക്കുക. അതിൻ്റെ മുകളിൽ ആ കട്ടിയുള്ള അഴുക്കിൻ്റെ ഒരു പാളിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ്. അതായത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അതായത് അദ്ദേഹത്തിന് കുളിക്കാനോ അല്ലെങ്കിൽ ശരീരം വൃത്തിയാക്കാനോ പോലും അവസരം കിട്ടിയിരുന്നില്ല. എന്നും ആ ഒരു വിശപ്പും ദാഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒളിച്ചുള്ള ഒരു ജീവിതം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാലത്ത് മനോഹരമായിട്ട് പിയാനോ വായിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വിരലുകൾ ഇന്ന് എന്താണ്, അഴുക്കും പൊടിയും മൂടിയ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. ഇത് ആഴ്ചകളായിട്ട് ഞാൻ എൻ്റെ നഖങ്ങൾ പോലും എന്തല്ല മുറിച്ചിരുന്നിട്ടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ദുരിത ജീവിതമൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതായത് നഖം മുറിക്കുക എന്നുള്ളത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ സ്പിൽമാന് അതിനുള്ള അവസരമോ സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ജീവൻ രക്ഷിക്കാനുള്ള ആ ഒരു പോരാട്ടത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ പോലും നമ്മുടെ സ്പിൽമാന് മറന്നു പോയിട്ടുണ്ട്. ഐ പ്ലേഡ് ചോപ്പിൻസ് നോക്ടേൺ ഇൻ ഷീ ഷേപ്പ് മൈനർ.
അപ്പോൾ ഞാനിവിടെ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ, അതായത് ഫ്രെഡറിക് ചോപ്പിൻ രചിച്ചിട്ടുള്ള നോക്ടേൺ ഇൻ സി ഷേപ്പ് മൈനർ എന്ന ആ ഒരു സംഗീതകൃതിയാണ് ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്പിൽമാൻ. അപ്പോൾ ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പിയാനോ സംഗീതമാണ്. കാരണം ഇവിടെ നോക്ടേൺ എന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമ്മുടെ രാത്രിയിലൊക്കെ നമ്മുടെ മനസ്സിലുള്ള ശാന്തതയും ഏകാന്തതയും നമ്മുടെ സങ്കടങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ആ ഒരു സംഗീതമാണ്. അപ്പോൾ സ്പിൽമാൻ്റെ മനസ്സിലുള്ള ആ ഒരു വേദനയും ഏകാന്തതയും അതൊക്കെ ആ ഒരു സംഗീതമായിട്ട് നന്നായിട്ട് യോജിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സംഗീതം തിരഞ്ഞെടുത്തിട്ടുള്ളത്. വെൻ ഐ ഫിനിഷ്ഡ് ദി സൈലൻസ് സീമഡ് ഗ്ലൂമി ആൻഡ് എറി. അപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നിശബ്ദത, അതായത് പിയാനോ സംഗീതം അവസാനിച്ചു, ആർക്കൊന്നും പറയാനൊന്നുമില്ല, കാരണം ആ മുറിയുടെ നിശബ്ദത മാത്രം. പക്ഷെ ആ ഒരു നിശബ്ദത പോലും എന്തല്ല സന്തോഷകരമായിരുന്നില്ല, അത് ഭയങ്കര ഒരു ദുഃഖം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതോടൊപ്പം തന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഒരു ഭയവും ആ ഒരു നിശബ്ദതയിൽ ഉണ്ടായിരുന്നു. ഐ ഹിയർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. പിയാനോയുടെ ആ ഒരു സംഗീതം അവസാനിച്ച ഉടനെ തന്നെ യുദ്ധത്തിൻ്റെ യഥാർത്ഥം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ശബ്ദമാണ് പെട്ടെന്ന് കേട്ടത്. പുറത്തെപ്പോഴും എന്താണ് യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു വെടിവെച്ച ആ ഒരു മുറിയിലെ എന്താണ് ശാന്തത തകർക്കുകയാണ്. എ ഹാർഷ് ലൗഡ് ജർമ്മൻ വോയിസ്. അതോടൊപ്പം ഉച്ചത്തിലുള്ള ഒരു പരിക്കനായിട്ടുള്ള ഒരു ജർമ്മൻ ശബ്ദവും അതിനുശേഷം കേട്ടു. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. അപ്പോൾ സ്പിൽമാൻ എന്താണ് പിയാനോ വായിച്ചു കഴിഞ്ഞു. ആ സംഗീതം അവസാനിച്ചപ്പോൾ തന്നെ മൊഴിയിൽ ആകെ നിശബ്ദതയായി. അതായത് ആ ഒരു നിശബ്ദതയ്ക്കിടയിലും ഓഫീസർ എന്താണ് നമ്മുടെ സ്പിൽമാൻ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ആ ഒരു സംഗീതം അദ്ദേഹത്തിനെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സ്പിൽമാൻ അനുഭവിച്ച വേദനയും അതുപോലെ നഷ്ടവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏകാന്തതയൊക്കെ അദ്ദേഹം ആ ഒരു സംഗീതത്തിലൂടെ ആ ഒരു ഓഫീസർക്ക് അതൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഉടനെ ഒന്നും പറയാതെ നിശബ്ദനായിട്ട് നിന്നിട്ടുണ്ടായത്. ഈ ഒരു നിശബ്ദത വെറും ഒരു സംസാരമില്ലായ്മയല്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയം മറ്റൊരു മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കുന്ന ആ ഒരു മൊമെൻ്റാണത്. ആഫ്റ്റർ എ വൈൽ ഹീ സൈഡ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദീർഘ നിശ്വാസം വിട്ട്. അതായത് മനസ്സിൽ വലിയ വിഷമമോ അല്ലെങ്കിൽ സങ്കടമോ ഒക്കെ തോന്നുമ്പോൾ നമ്മൾ അറിയാതൊരു ദീർഘനിശ്വാസം വിടാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ സ്പിൽമാൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നമ്മുടെ ഓഫീസറുടെ മനസ്സിൽ എന്താണ് സഹതാപം തോന്നി. അതായത് അദ്ദേഹത്തിന് ഈ ഒരു യുദ്ധത്തിൻ്റെ ക്രൂരത അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ദീർഘനിശ്വാസം വിട്ടത്. സൈഡ് എന്ന് വെച്ചാൽ ദീർഘവിശ്വാസമാണ്. ആൻഡ് മട്ടേർഡ്. അതിനുശേഷം അദ്ദേഹം പതുക്കെ സ്വയം പറയുന്നത് പോലെ സംസാരിച്ചു. ഓക്കെ, ഓൾ ദ സെയിം. എന്തായാലും എന്താണ് നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ ഒരു വാചകത്തിലൂടെ ഇവിടെ എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇയാൾ യഹൂദനാണെങ്കിലും ഞാൻ ജർമ്മൻ ഓഫീസറാണെങ്കിലും അവസാനം നമ്മൾ രണ്ടുപേരും എന്താണ് മനുഷ്യരാണ് എന്നതാണ്. ഇവിടെ ഓഫീസർ മതമോ രാജ്യമോ ഒന്നും നോക്കുന്നില്ല. അദ്ദേഹം ഒരു മനുഷ്യനെ മാത്രമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, യു ഷുഡിൻ സ്റ്റേ ഹിയർ. അതായത് നിങ്ങളിനി ഇവിടെ താമസിക്കരുത്. അതായത് നമ്മുടെ ഓഫീസർ സ്പിൽമാൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് ഇവിടെ സുരക്ഷിതമല്ല, എപ്പോൾ വേണമെങ്കിലും മറ്റൊരു സൈനികർ ഇങ്ങോട്ട് വരാം. അപ്പോൾ സ്പിൽമാൻ്റെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് ഇവിടെ അദ്ദേഹം അവിടുന്ന് പോവാനാണ് പറയുന്നത്. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു വില്ലേജ്. അപ്പോൾ ഇവിടെ ഓഫീസർ ഒരു വലിയ സഹായമാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ ഒരു നഗരത്തിൽ എന്താണ് യുദ്ധം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഗ്രാമത്തിലേക്ക് അവിടേക്ക് എത്തിക്കാമെന്ന് പറയുന്നുണ്ട്. യു വിൽ ബി സേഫർ ദ. ഓഫീസർക്ക് അറിയാം എന്ത് നഗരത്തിൽ യുദ്ധവും അതുപോലെ എപ്പോഴും അവിടെ പരിശോധനയും ചെക്കിങ് ഒക്കെ കൂടുതലാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ അത്രയും സൈനികരുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടാവില്ല. അതിനാൽ നമ്മുടെ സ്പിൽമാൻ്റെ ജീവന് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും അവിടേക്ക് പോയാൽ, ഗ്രാമത്തിലേക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോകാൻ അദ്ദേഹത്തോട് ഉപദേശിക്കുന്നത്. ഐ ഷുക്ക് മൈ ഹെഡ്. ഞാനപ്പോൾ എന്താണ് എൻ്റെ തല കുലുക്കി. അതായത് സമ്മതിച്ചില്ല, അദ്ദേഹം ഇല്ല എന്നാണ് ആ ഒരു തല കുലുക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നോ. ഈ ഒരൊറ്റ വാക്കിൽ തന്നെ സ്പിൽമാൻ്റെ തീരുമാനം വ്യക്തമാണ്. ഓഫീസർക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടും തയ്യാറായിട്ടും അദ്ദേഹം അത് എന്താണ് സ്വീകരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് സ്വന്തം കാരണങ്ങളുണ്ട്. ഐ കനോട്ട് ലീവ് ദിസ് പ്ലേസ്. എനിക്ക് ഈ ഒരു സ്ഥലം വിട്ടു പോകാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു സ്പിൽമാൻ ഈ ഒരു നഗരത്തിൽ വളരെ കാലമായിട്ട് ഒളിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാം. പുറത്ത് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഒരു അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് കൂടുതൽ അപകടമാണെന്ന് അദ്ദേഹം അങ്ങനെയാണ് കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പോകാൻ വിസമ്മതിക്കുന്നത്. ഐ സെർഡ് ഫേംലി. അപ്പോൾ ഞാനത് വളരെ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അതായത് ഫൈനലി ആയിട്ട് തന്നെ
അതായത് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അദ്ദേഹം അത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, ഓക്കെ ഞാൻ ഇവിടുന്ന് മാറില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം അത് സംസാരിച്ചത്. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൈൻസ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഓഫീസർ സ്പിൽമാനെ ഒരു സാധാരണ ഒളിവിൽ കഴിയുന്ന മനുഷ്യനായിട്ട് മാത്രമായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ നമ്മുടെ സ്പിൽമാൻ ആ സഹായം പോലും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ ഈ സ്ഥലം ഞാൻ വിട്ടു പോകാൻ എനിക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ ഓഫീസർ ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം ഇയാൾ എന്തുകൊണ്ടാണ് ഇത്രയും പേടിക്കുന്നത്, അതായത് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വരാൻ തയ്യാറാകണില്ല. അപ്പോഴാണ് ഓഫീസർക്ക് യഥാർത്ഥ കാരണം മനസ്സിലാകുന്നത്. കാരണം സ്പിൽമാൻ വെറുതെ അല്ല ഇവിടെ ഒളിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം തൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ഈ ഒരു തകർന്ന കെട്ടിടത്തിൽ ഇങ്ങനെ ഒളിച്ചു കഴിയുന്നത്. ഇവിടെ റൈൻസ് എന്ത് നമ്മുടെ യുദ്ധത്തിലൊക്കെ ബോംബ് വീണ് ആ ഒരു തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. യു ആർ എ ജ്യൂ നമ്മുടെ ഓഫീസർ ചോദിക്കുകയാണ്. ഇപ്പോഴാണ് ഓഫീസർക്ക് ഒരു സംശയം തോന്നുന്നത്. കാരണം സാധാരണ ഒരാൾക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകാൻ അവസരം കിട്ടിയാൽ അത് സ്വീകരിക്കും. പക്ഷെ നമ്മുടെ സ്പിൽമാൻ അത് നിരസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓഫീസർ ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യു ആർ എ ജ്യൂ, നീ ഒരു യഹൂദനാണോ ചോദിക്കുകയാണ്. കാരണം ആ കാലത്ത് യഹൂദരെ കണ്ടാൽ ഈ നാസി സൈന്യങ്ങൾ എന്ത് ചെയ്യും, അവരെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊല്ലുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനാൽ ഒരു യഹൂദനെ പുറത്തേക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ ആ ഒരു ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മുടെ സ്പിൽമാൻ യെസ്. കാരണം ഇവിടെ സ്പിൽമാന് സത്യം മറച്ചു വെക്കുന്നില്ല. ഓഫീസറോട് അദ്ദേഹം തുറന്നു പറയുന്നു, അതെ ഞാനൊരു യഹൂദനാണ്. ഈ മറുപടി പറയുമ്പോഴും അദ്ദേഹത്തിന് എന്തുണ്ട്, പേടിയുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ ഓഫീസർ തൻ്റെ മനസ്സ് മാറ്റി അദ്ദേഹത്തെ പിടിക്കോ അല്ലെങ്കിൽ കൊല്ലോ എന്നൊക്കെയുള്ള ഒരു ഭയമുണ്ട്. എങ്കിലും അദ്ദേഹം എന്തല്ല കള്ളം പറഞ്ഞിട്ടില്ല. വെൽ ഹി മർമേർഡ്. അങ്ങനെ അദ്ദേഹം ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മർമേർഡ് എന്ന് വെച്ചാൽ പതുക്കെ സംസാരിക്കുക എന്നാണ്. അപ്പോൾ ഈ ഒരു മറുപടി കേട്ടപ്പോൾ ഓഫീസർക്കെല്ലാം വ്യക്തമായി. പക്ഷെ അദ്ദേഹം അതിന് ദേഷ്യപ്പെടുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ സ്പിൽമാൻ്റെ ആ ഒരു അവസ്ഥ അദ്ദേഹത്തിന് എന്താണ് കൂടുതൽ മനസ്സിലാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൺ ലീവ്. വേർ ആർ യു ഹൈഡിങ്? അപ്പോൾ നമ്മുടെ ഓഫീസർ പറയണം, അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു സ്ഥലം വിട്ടു പോകാൻ കഴിയില്ല അങ്ങനെ ആയതുകൊണ്ട്. വേർ ആർ യു ഹൈഡിങ്? അപ്പോൾ അതിനുശേഷം നമ്മുടെ ഓഫീസർ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? സോ അദ്ദേഹം റിപ്ലൈ പറയാണ്, സ്പിൽമാൻ മറുപടി പറയണം, ഇൻ ദി അറ്റിക്. ഇവിടെ അറ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ മച്ചിൻ്റെ മുകളിലാണ്. അതായത് മച്ചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അറ്റിക് എന്നത് നമ്മുടെ വീടിൻ്റെ മേൽക്കൂരൻ്റെ തൊട്ട് താഴെയുള്ള ചെറിയൊരു മുറിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അങ്ങനത്തെ ഒരു സാധാരണ സ്ഥലത്തെയാണ് നമ്മൾ മച്ച് എന്ന് പറയുന്നത്. സാധാരണ അവിടെ ആളുകൾ സാധാരണ താമസിക്കാറില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടാതെ ഒളിച്ചിരിക്കാൻ അത് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ സ്പിൽമാൻ പല ദിവസങ്ങളിലായിട്ട് അവിടെയാണ് തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒളിച്ചിരുന്നത്. അതുപോലെ വിശപ്പും അദ്ദേഹത്തിൻ്റെ ആ പേടിയും ഏകാന്തതയും അതൊക്കെ സഹിച്ച് അദ്ദേഹം ആ ഒരു ചെറിയ ഇടത്തിലാണ് അദ്ദേഹം കഴിയുന്നത്. ഹീ ഇൻസ്പെക്റ്റഡ് ദി അറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. ആ ഓഫീസർ മച്ചിൻ്റെ അതായത് ആ ഒരു അറ്റിക്കിൻ്റെ ഉള്ളിൽ നന്നായി പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം അദ്ദേഹം അവിടെ കണ്ടെത്തി. എ ലോട്ട് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി അബവ് ദി എൻട്രൻസ് ടു ദി അറ്റിക്. അങ്ങനെ മച്ചിലേക്കുള്ള ഒരു പ്രവേശനം, അതായത് ആ ഒരു എൻട്രൻസിൻ്റെ ആ കവാടത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു പലകകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ലോഫ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. ദ ഓഫീസർ സെഡ് ഐ ഷുഡ് ഹൈഡ് ഇൻ ദി ലോഫ്റ്റ്. അപ്പോൾ ഈ ഓഫീസർ ആ ഒരു സ്ഥലം കണ്ടപ്പോൾ ഉടനെ ഒരു തീരുമാനം എടുത്തു. എന്ത്, സ്പിൽമാൻ ഇതുവരെ ഒളിച്ചിരുന്ന സ്ഥലം അത്ര സേഫ് ആയിട്ടുള്ള ഒന്നല്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഈ ലോഫ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ സേഫാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഇവിടെ ഒളിച്ചിരുന്നാൽ ആരും നിങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്തിയില്ല. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ദെൻ ഐ സെഡ് നോ. വെൽ നെവർ മൈൻഡ് ഹി സെഡ് ഹാസ്ലി. അപ്പോൾ നെവർ മൈൻഡ് എന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ വിഷമിക്കണ്ട എന്നാണ് പറയുന്നത്. അതായത് ഹാസ്ലി എന്നത് വേഗത്തിൽ എന്നാണ്. സ്പിൽമാന് ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഓഫീസർ എന്ത് മറുപടിയാണ് പറഞ്ഞത്? അദ്ദേഹം ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥമായൊരു സഹായ മനോഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് തരാം. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. ആർ യു എ ജർമ്മൻ? അപ്പോഴാണ് എനിക്ക് കുറച്ച് ധൈര്യം വന്നത്. അതായത് ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാൻ തീരുമാനിച്ചത്. ആർ യു എ ജർമ്മൻ? അതായത് സ്പിൽമാൻ ഒരു ഇതുണ്ട്, ആശയക്കുഴപ്പത്തിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഒരു ജർമ്മൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു യഹൂദനെ ഇങ്ങനെ സഹായിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ ശരിക്കും
ജർമ്മൻകാരനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതം പ്രകടിപ്പിക്കുമായിരുന്നു. ഹി ആൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ. അപ്പോൾ ഇവിടെ അജിറ്റേഷൻ എന്നത് വെറും ഒരു ദേഷ്യം മാത്രമല്ല, അത് ശക്തമായിട്ടുള്ള ഒരു വികാരവും അതുപോലെ അസ്വസ്ഥതയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്പിൽമാൻ്റെ ഈ ഒരു ചോദ്യം അദ്ദേഹത്തെ വളരെയധികം അമ്പരപ്പിച്ചു. കാരണം ഞാൻ ജർമ്മൻകാരനാണോ എന്ന ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം ഒരു വികാരത്തോടെ അദ്ദേഹം ശക്തമായിട്ട് വളരെ ഷൗട്ട് ചെയ്തിട്ട് തന്നെ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദം സാധാരണ പറയുന്ന ശബ്ദത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു അദ്ദേഹം അതിന് റിപ്ലൈ കൊടുത്തിരുന്നത്. ആസ് ദോ മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്. ഞാൻ ചോദിച്ച ചോദ്യം അദ്ദേഹത്തെ അപമാനിച്ചതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഓഫീസർക്ക് നമ്മുടെ സ്പിൽമാനോട് വ്യക്തിപരമായിട്ടൊരു ദേഷ്യമില്ല, മറിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ നടന്ന ആ ഒരു ക്രൂരതകളെ കുറിച്ചുള്ള ആ ഒരു വേദനയും അതിൻ്റെ ലജ്ജയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിൽ അദ്ദേഹം കാണിക്കുന്നത്. ഇസ് ഐ ആം ആൻ അഷേംഡ് ഓഫ് ഇറ്റ്. അതായത് അതെ, ഞാനൊരു ജർമ്മക്കാരനാണ്, പക്ഷെ അതിലെനിക്ക് ലജ്ജ തോന്നുകയാണ് അദ്ദേഹത്തിന്. ആഫ്റ്റർ എവറിത്തിങ് ദറ്റ് ഹാസ് ബീൻ ഹാപ്പനിങ്. അങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഒരു ജർമ്മൻകാരനാണെന്ന് പറയാൻ എനിക്കിപ്പോൾ എന്താണ് ലജ്ജ തോന്നുകയാണെന്ന് പറയുന്നു. അബ്രപ്റ്റ്ലി ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് ഷേക്ക് ഹാൻഡൊക്കെ നൽകി, അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം പോയി. 3 days passed before he reappeared. അദ്ദേഹം വീണ്ടും വരാൻ 3 ദിവസം എടുത്തു. അതായത് ഓഫീസർ ഉടനെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഓഫീസർ വീണ്ടും അദ്ദേഹത്തെ കാണാൻ വരുന്നത്. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക്. അപ്പോൾ ഈ പിച്ച് ഡാർക്ക് എന്ന് വെച്ചാൽ സാധാരണ ഇരുട്ടല്ല, ഒന്നും കാണാൻ കഴിയാത്ത അത്രയും കനത്ത ഇരുട്ടെന്നാണ്. അപ്പോൾ ആ യുദ്ധം നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അവർക്ക് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇരുട്ടിലാണ് നമ്മുടെ ഓഫീസർ വീണ്ടും വരുന്നത്. വെൻ ഐ ഹിയർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. വിസ്പർ എന്നത് ആ ഒരു പതുക്കെയുള്ള ശബ്ദമാണ്. അപ്പോൾ ഓഫീസർ ഉച്ചത്തിൽ വിളിച്ചില്ല, കാരണം അങ്ങനെ വിളിച്ചാൽ മറ്റുള്ളവർ കേൾക്കുമല്ലോ, അതുകൊണ്ട് വളരെ പതുക്കെയാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സ്പിൽമാൻ്റെ സുരക്ഷയെക്കുറിച്ചാണ് അദ്ദേഹം കരുതുന്നത്. ഹലോ, ഹൗ യു ദർ? അതും അദ്ദേഹം പതുക്കെ ചോദിക്കുകയാണ്. ഹലോ, നിങ്ങളവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം സ്പിൽമാൻ അവിടെ ഉണ്ടോ, അദ്ദേഹം ജീവനോടെ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. യെസ്, ഐ എം ഹിയർ. അപ്പോൾ അദ്ദേഹം മറുപടി പറയണം, അതെ ഞാനിവിടെ തന്നെ ഉണ്ട്. സൂൺ ആഫ്റ്റർ വേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ഡിസൈഡഡ് മീ. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഭാരമുള്ള ഒരു പൊതി എൻ്റെ അടുത്തേക്ക് വന്ന് വീണ്. അപ്പോൾ സ്പിൽമാൻ ആദ്യം അതിനകത്ത് എന്താണെന്ന് അറിയില്ല, പക്ഷെ അത് ഭക്ഷണമാണെന്ന് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ത്രൂ ദി പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ്. സ്പിൽമാന് പൊതി അഴിച്ചു നോക്കാൻ പോലും സമയം കളയുന്നില്ല. ആദ്യം കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നുണ്ട് അതിൽ ബ്രെഡ് ഉണ്ടെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ വളരെ മൃദുവായിട്ട്, സോഫ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ മൃദുവായിട്ടുള്ള മറ്റൊരു സാധനം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം റാപ്ഡ് ഇൻ എ ഗ്രീസ് പ്രൂഫ് പേപ്പർ. പിന്നീടാണ് ആ ഒരു മൃദുവായ സാധനം ജാമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ഇവിടെ അത് ഗ്രീസ് പ്രൂഫ് പേപ്പറിൽ അത് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രീസ് പ്രൂഫ് പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ അല്ലെങ്കിൽ ജാമോ അതൊക്കെ പുറത്തേക്ക് ചോർന്ന് പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം പേപ്പറാണ്. അപ്പോൾ ഓഫീസർ വെറും ബ്രെഡ് മാത്രമല്ല കൊണ്ടുവന്നത്, അതിൻ്റെ കൂടെ തന്നെ ജാമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്പിൽമാൻക്ക് കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം ലഭിക്കുന്നതിന് ഉറപ്പാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ക്വിക്ക്ലി പുട്ട് ദി പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ് വെയിറ്റ് എ മൊമെൻറ്റ്. അങ്ങനെ ഞാൻ ആ പൊതി വേഗം ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് വിളിക്കുകയാണ് അദ്ദേഹത്തെ. കാരണം ഇദ്ദേഹത്തിന് സ്പിൽമാന് ഭക്ഷണം കിട്ടിയ സന്തോഷത്തിൽ മാത്രം നിൽക്കുന്നില്ല, അദ്ദേഹത്തിന് ഇനി ഓഫീസറോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് എ മൊമെൻറ്റ്, അതായത് ഒരു നിമിഷം നിൽക്കൂ, പോകല്ലേ എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്. അങ്ങനെ ഇവിടെ ഇംപേഷ്യൻ്റ് എന്ന് വെച്ചാൽ സമയം വളരെ കുറവായത് കൊണ്ടുള്ള ആ ഒരു തിടുക്കാണ്. അപ്പോൾ ഇവിടെ ഓഫീസർക്ക് അറിയാം, അതായത് താനിവിടെ കൂടുതൽ സമയം നിന്നാൽ മറ്റുള്ള ജർമ്മൻ സൈനികർ അദ്ദേഹത്തെ സംശയിക്കുന്നുള്ളു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊക്കെ ഒരു തിടുക്കം ഇങ്ങനെ പ്രകടമാവുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ സ്പിൽമാനെ ഒരിക്കലും ശകാരിക്കണില്ല, മറിച്ച് വേഗം പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ്, ഹറി അപ്പ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ്, വേഗം പറയൂ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഓഫീസർക്ക് കൂടുതൽ സമയം അവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സ്പിൽമാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഉടൻ ചോദിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്, വേഗം പറയൂ. ഇവിടെ അദ്ദേഹത്തിൻ്റെ തിടുക്കം കൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത്. ദ ഗാർഡ്സ് സോ മീ കമ്മിങ് ഹിയർ. ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആ ഒരു കാവൽക്കാരായിട്ടുള്ള സൈനികർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സംശയം തോന്നിയ പിന്നീട് അന്വേഷിക്കാൻ വരും. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ കൂടുതൽ സമയം നിൽക്കുന്നത് ശരിയല്ല, അപകടമാണെന്ന് പറയുന്നത്. ആൻഡ് ഐ മസ്റ്റ് നോട്ട് സ്റ്റേ ലോങ്. അതുകൊണ്ട് എനിക്കിവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല.
അതായത് അദ്ദേഹം ഒരു യഹൂദനെ സഹായിക്കുന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് കഠിനമായിട്ടുള്ള ശിക്ഷ ലഭിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം വേഗം അങ്ങോട്ട് മടങ്ങാൻ തീരുമാനിക്കുന്നത്. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. ഇനി കുറച്ച് ആഴ്ചകൾ കൂടി ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കൂ. ഇവിടെ ഹാങ് ഓൺ എന്ന് ഉദ്ദേശിക്കുന്നത് തൂങ്ങി നിൽക്കുക എന്നല്ല, അതായത് ധൈര്യം കൈവിടരുത്, കുറച്ചും കൂടെ സഹിച്ച് നിൽക്കൂ. ഞാനിവിടെ ധൈര്യം കൊടുക്കുകയാണ്. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദി ലേറ്റസ്റ്റ്. അതായത് പരമാവധി നമ്മുടെ സ്പ്രിങ് എന്ന് വെച്ചാൽ വസന്തകാലം ആകുമ്പോഴേക്കും ഈ ഒരു യുദ്ധം അവസാനിച്ചിരിക്കും എന്ന് പറയാണ്. അതായത് യുദ്ധം അധികം കാലം നീളില്ല, കുറച്ചും കൂടി സഹിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്. ദ വോയിസ് ഫെൽ സൈലൻറ്റ്. അതിനുശേഷം ആ ഒരു ശബ്ദം ഇങ്ങനെ നിശബ്ദതായി. അതായത് ഓഫീസർ ഇനി ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം ആകെ ഇങ്ങനെ നിശബ്ദതായി. സ്പിൽമാൻ അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ടോ പോയോ എന്നും മനസ്സിലാക്കുന്നില്ല. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദി ഓഫീസർ വാസ് സ്റ്റിൽ ദർ ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ. അപ്പോൾ ഓഫീസർ ഇപ്പോഴും അവിടെ തന്നെയാണോ അല്ലെങ്കിൽ പോയോ എന്നൊന്നും അയാൾക്ക് മനസ്സിലായില്ല. കാരണം ചുറ്റും കനത്ത ഇരുട്ടാണ്, ഓഫീസറൊന്നും സംസാരിക്കുന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിക്കുന്നില്ല. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നുണ്ട്. യു മസ്റ്റ് ഹാങ് ഓൺ, ഡിഡ് യു ഹിയർ? നീ ധൈര്യമായിട്ട് അവിടെ പിടിച്ചു നിൽക്കണം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു സൈനിക ഓഫീസർ തൻ്റെ സൈനികനോട് അതായത് കൽപ്പന നൽകണ പോലെയാണ് പറയുന്നത്. അതായത് കാരണം സ്പിൽമാൻ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അതായത് ജീവൻ കൈവിടരുത്, ധൈര്യം അത് നഷ്ടപ്പെടുത്തരുത്, ഒരിക്കൽ രക്ഷപ്പെടും എന്നുള്ള ഒരു ഇത് കൊടുക്കുകയാണ്. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്. ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ഒരു കർക്കശമായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ സൗണ്ട് എന്ന് വെച്ചാൽ ദേഷ്യമല്ല, മറിച്ച് ഭയങ്കര ശക്തമായിട്ടുള്ള ശബ്ദം, ഉറച്ചതും. അതായത് ധൈര്യം കൊടുക്കുകയാണ് ഇവിടെ. ഒരു പ്രശ്നം വരില്ല എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. ആൾമോസ്റ്റ് ആസ് ഇഫ് ഹി വർ ഗിവിങ് ആൻ ഓർഡർ. അദ്ദേഹം ഒരു സൈനിക ഉത്തരവ് നൽകുന്നത് പോലെയാണ് സംസാരിച്ചത്. അതായത് ധൈര്യമായിട്ട് നിൽക്കൂ എന്നുള്ള ഒരു രീതിയിൽ ആത്മവിശ്വാസം നൽകുകയാണ്. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺഈൽഡിങ് ബിലീഫ് ദാറ്റ് ദി വാർ വുഡ് ആൻഡ് വെൽ ഫോർ അസ്. ഇവിടെ എന്തെന്ന് വെച്ചാൽ ആ ഒരു യുദ്ധം തീർച്ചയായിട്ടും അവസാനിക്കുന്നു, അതിൻ്റെ അവസാനം നമുക്ക് എന്തായിരിക്കും, നല്ലതായിരിക്കും. അതായത് അദ്ദേഹത്തിന് ആ ഒരു വിശ്വാസം കൊടുക്കുകയാണ്. അതായത് അപ്പോൾ ആ ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പകരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ അൺഈൽഡിങ് ബിലീഫ് എന്നത് ഒരിക്കലും തകരാത്ത വിശ്വാസമാണ്. അതായത് ഓഫീസർക്ക് കുറച്ച് വിശ്വാസമുണ്ട്, ഈ യുദ്ധം അവസാനിക്കുന്നു, അതുപോലെ തന്നെ നാസികളുടെ ആ ഒരു ക്രൂരത എന്നും തുടർന്നുകൊണ്ടിരിക്കില്ല, ഒരു ദിവസം നമുക്ക് സമാധാനം വരും, സ്പിൽമാന് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം അദ്ദേഹം ആ ഒരു സ്പിൽമാനിലും വളർത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദി ക്വയറ്റ് സൗണ്ട് ഓഫ് ദി അറ്റിക് ഡോർ ക്ലോസിങ്. അപ്പോൾ ഓഫീസർ തൻ്റെ അവസാന വാക്കുകളും പറഞ്ഞു കഴിഞ്ഞ് അവിടുന്ന് നിശബ്ദമായിട്ട് അവിടെ നിന്ന് പോയി. അദ്ദേഹം പോയെന്ന് സ്പിൽമാൻ മനസ്സിലായത് കാരണം മച്ചിലിൻ്റെ വാതിൽ പതുക്കെ അടയുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു രംഗം വളരെ ശാന്തമായിട്ടാണ് അവസാനിക്കുന്നത്. കാരണം നമ്മുടെ ഓഫീസർ പറഞ്ഞ അവസാന വാക്കുകളൊക്കെ നമ്മുടെ സ്പിൽമാൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ വെളിച്ചമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കും, യുദ്ധം ഉടനെ അവസാനിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോണോട്ടണസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. അപ്പോൾ ഇവിടെ മോണോട്ടണസ് എന്നത് എല്ലാ ദിവസവും ഒരുപോലെ കടന്നു പോകുന്ന അവസ്ഥയാണ്. അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, ഒളിച്ചിരിക്കുക, അതുപോലെ ആരെങ്കിലും ഓരോന്ന് പേടിച്ച് നിൽക്കുക, വിശപ്പോടെ കഴിയുക, വീണ്ടും രാത്രിയാവുക, അങ്ങനെ എല്ലാ ദിവസവും മാറ്റമൊന്നുമില്ലാതെ കടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ റൈറ്റർ ഇവിടെ മോണോട്ടണസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഹോപ്പ്ലെസ് എന്നും പറയുന്നുണ്ട്, അതായത് പ്രതീക്ഷയില്ലാത്ത എന്നൊരർത്ഥമാണ് ഇവിടെ വരുന്നത്. ഐ ഹിയർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. അപ്പോൾ ഈ ഒരു ബീരങ്കികളുടെയും അതുപോലെ വലിയ തോക്കുകളുടെയും ശബ്ദ ദിവസങ്ങൾ കഴിയും തോറും ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നതും. ഈ ആർട്ടിലറി എന്ന് വെച്ചാൽ നമ്മുടെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വലിയ പീരങ്കികളും അതുപോലെ തന്നെ ഭയങ്കര വെയിറ്റുള്ള ആയുധങ്ങളാണ്. അപ്പോൾ ആദ്യകാലത്ത് ദിവസവും വെടിവെപ്പിൻ്റെയും ബോംബിൻ്റെയും ആ ഒരു സ്ഫോടനങ്ങളുടെ ഒക്കെ ശബ്ദമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ശബ്ദം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് യുദ്ധം അവസാനിക്കാനുള്ള അതിൻ്റെ സൂചനയാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ സ്പിൽമാന് ഒരു ദിവസം പുറത്തുള്ള ലോകം കാണാൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിൽ അദ്ദേഹം തോന്നുകയാണ്. ദർ വർ ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രേക്ക് ദി സൈലൻസ്. അതായത് ഒരു വെടിയൊച്ച പോലും കേൾക്കാത്ത ദിവസങ്ങളും ഉണ്ടാവുമെന്ന് അദ്ദേഹം കരുതാണ്. സോൾജേഴ്സ് വെൻഡ് അപ്പ് ആൻഡ് ഡൗൺ ദി സ്റ്റെയേഴ്സ്. അതായത് നമ്മുടെ സ്പിൽമാൻ ഒളിച്ചിരുന്ന ആ ഒരു കെട്ടിടത്തിലേക്ക് ഇപ്പോഴും ജർമ്മൻ സൈനികർ ഇങ്ങനെ വരും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അപകടം അവസാനിച്ചിട്ടില്ല, ഏത് നിമിഷവും പിടിക്കപ്പെടാം. അതുകൊണ്ട് അദ്ദേഹം വളരെ അതീവ ജാഗ്രതയോടെയായിരുന്നു അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓഫ്റ്റൺ ബ്രിങ്ങിങ് ലാർജ് പാക്കേജസ് അപ് ടു ദി അറ്റിക് ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. അപ്പോൾ അവർ പലപ്പോഴും ആ ഒരു വലിയ പൊതികൾ മച്ചിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നുള്ള മറ്റു പൊതികൾ താഴേക്ക് കൊണ്ടുവരികയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മച്ച് ഒരു സംഭരണശാലയായിട്ട്
വെക്കുകയായിരുന്നു. അത് സൈനികർ ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ അവരുടെ യുദ്ധത്തിലുള്ള ഓരോ ഉപകരണങ്ങളോ വലിയ പൊതികളായിട്ട് അവിടെ സൂക്ഷിക്കുകയും പിന്നീട് തിരികെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്പിൽമാന് വളരെ അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചു. കാരണം സൈനികരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മച്ചിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താം എന്ന് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുകയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു പ്രധാന കാര്യം ഓർക്കണം. ആ ഒരു ജർമ്മൻ ഓഫീസർ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മച്ചിലല്ല ലോഫ്റ്റിലാണ് ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്പിൽമാന് മച്ചിൽ നിന്ന് മാറി മച്ചിൻ്റെ ആ ഒരു പ്രവേശന കവാടത്തിൻ്റെ മുകളിലുള്ള ചെറിയ ലോഫ്റ്റിലാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ സൈനികർ മച്ചിലേക്ക് പലതവണ വന്നിട്ടും അവർ ആ ലോഫ്റ്റ് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. സോ ഇന്നത്തെ സെക്ഷൻ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഈ ലെസൻ്റെ റിമൈനിങ് പോർഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഈ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെൽ എനാബിളും ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.